നമസ്കാരം. കുവൈറ്റിനെ അഗ്നിക്കിരയാക്കി ഇറാൻ. ട്രംപിന്റെ അഹങ്കാരത്തിന് തിരിച്ചടി കിട്ടി. ഇറാന്റെ എണ്ണ സമ്പത്ത് കൈക്കലാക്കുമെന്നും പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായിട്ടുള്ള ഖാർഗ് ദ്വീപ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുമെന്നുമുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വക ഗീർവാണം അത് തീരുന്നില്ല. 2026 മാർച്ച് മാസം 30 തിങ്കളാഴ്ച നൽകിയ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇന്ന് നൽകിയ ഒരു അഭിമുഖം. അതേസമയം കുവൈറ്റിലെ വൈദ്യുതി ജല ശുദ്ധീകരണ പ്ലാന്റിന് നേരെ ഉണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ തൊഴിലാളി അടക്കം കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കുവൈറ്റിൽ നിന്നും അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു. കുവൈറ്റിനെ വിടാൻ തയ്യാറല്ല ഇറാൻ. വളരെ കൃത്യമായി കുവൈറ്റിനെ അഗ്നിക്കിരയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ. ട്രംപിന്റെ അഹങ്കാരത്തിനേക്കുന്ന തിരിച്ചടികളാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ എണ്ണ സമ്പത്ത് കൈക്കലാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ട്രംപ് ഫിനാൻഷ്യൽ ടൈംസിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% നടക്കുന്ന ഖാർഗ് ദ്വീപ് എളുപ്പത്തിൽ പിടിച്ചെടുക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. ഇറാനിൽ ഇതിനകം തന്നെ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞതായിട്ടും സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നൊക്കെ ട്രംപ് അവകാശം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ ആണവായുധങ്ങൾ ഉപേക്ഷിച്ചില്ല എങ്കിൽ ആ രാജ്യം തന്നെ ഇല്ലാതാകുമെന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇറാൻ ഭരണകൂടം നിലവിൽ തകർന്നിരിക്കുകയാണ് എന്നും സമാധാന കരാർ ഉടൻ ഉണ്ടായേക്കാമെന്നും എന്നാൽ അതിനിടയിലും ആക്രമണങ്ങൾ തുടരുമെന്നുള്ള ട്രംപിന്റെ വാദങ്ങൾ നിലനിൽക്കില്ല എന്നുകൂടി പറയട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി തകർക്കുകയാണ് ഇറാൻ. കുവൈത്തിന് പുറമെ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എന്നിവിടങ്ങളിലുമൊക്കെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ വല്ലാത്ത ചെയ്തികളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അഗ്നിക്കിരയാക്കുകയാണ് കുവൈറ്റിനെ അടക്കം. സൗദി അറേബ്യ 5 ഡ്രോണുകളും 5 ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ക്രൂയിസ് മിസൈലും വെടിവെച്ചിട്ടു എന്ന് പറയപ്പെടുന്നു. ബഹ്റൈനിലെ 4 മണിക്കൂറിനിടയിൽ 3 തവണ അപായ അലാറം മുഴങ്ങി എന്ന് പറയപ്പെടുന്നു. കുവൈറ്റിൽ 14 മിസൈലുകളും 12 ഡ്രോണുകളും സൈന്യം കണ്ടെത്തിയിരിക്കുന്നു. മിസൈൽ ആക്രമണത്തിൽ കുവൈറ്റിലെ പ്രധാന വൈദ്യുതി ജല ശുദ്ധീകരണ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിക്കുകയും ഇവിടെ ജോലി ചെയ്തിരുന്ന ഇന്ത്യൻ സ്വദേശി കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. UAEയുടെ വ്യോമാതിർത്തിയിൽ 16 മിസൈലുകൾ പ്രതിരോധ സംവിധാനം തകർത്തിരിക്കുന്നു എന്നതാണ്. ലബനനിലും ഗാസയിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദക്ഷിണ ലബനനിൽ സൈനിക നടപടി വ്യാപിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരിക്കുന്നു. ഈ ലിതാനി നദി വരെ സുരക്ഷാ മേഖല സൃഷ്ടിക്കുവാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഹാരത്ഹിക്ക്, ഖൊബൈരി തുടങ്ങിയിട്ടുള്ള 7 പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. തെക്കൻ ലബനനിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഒരു ഇന്തോനേഷ്യൻ UN സമാധാന പ്രവർത്തകൻ കൊല്ലപ്പെട്ടതായിട്ടും 3 പേർക്ക് പരിക്കേറ്റതായിട്ടും ഇന്തോനേഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇറാന്റെ യുദ്ധം എങ്ങും ഇല്ലാതെയല്ല. പല സ്ഥലങ്ങളിലും കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾ, കൃത്യമായിട്ടുള്ള ബോംബേറുകൾ, കൃത്യമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അഗ്നിക്കിരയാക്കുന്നുണ്ട് ഇടങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഗാസയുടെ തെക്ക് ഭാഗത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ 3 പാലസ്തീനികൾ കൊല്ലപ്പെടുന്ന കാഴ്ചകൾ അടക്കമുണ്ട്. ഇതിനിടെ ഇവിടെ ഹൈഫ നഗരത്തിന് നേരെ ഉണ്ടായിട്ടുള്ള 5 റോക്കറ്റുകൾ ഇസ്രായേൽ വെടിവെച്ചിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന് പറയപ്പെടുന്നു. യമനിൽ നിന്നുള്ള 2 ഡ്രോണുകളും ഇസ്രായേൽ തകർത്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ യുദ്ധം രൂക്ഷമായതോടുകൂടി ആഗോള എണ്ണ വില എന്ന് പറയപ്പെടുന്ന ബാരലിന് $116 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതോടുകൂടി എന്ത് സംഭവിച്ചു? ഏഷ്യൻ ഓഹരി വിപണികളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജപ്പാനിലെ നിക്കി സൂചിക അനുസരിച്ച് 3.5%, സൗത്ത് കൊറിയയിലെ കോസ്പി സൂചിക എന്ന് പറയപ്പെടുന്ന 3%-വുമായിട്ട് താഴ്ന്നു. ഫിലിപ്പീൻസിൽ 365 ഇന്ധന സ്റ്റേഷനുകൾ അടച്ചുപൂട്ടി. ഓസ്ട്രേലിയയിൽ ഇന്ധന നികുതി പകുതിയായിട്ട് കുറച്ചു. ന്യൂസിലാൻഡിലും കടുത്ത പണപ്പെരുപ്പത്തിന് സാധ്യതയുണ്ട് എന്ന് അവിടുത്തെ ധനമന്ത്രി നിക്കോള വില്ലിസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. വിതരണ ശൃംഖല തടസ്സപ്പെട്ടതോടുകൂടി വിയറ്റ്നാം, ഫിലിപ്പീൻസ്, തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴും ഇറാനിൽ തുടരുന്ന വ്യോമാക്രമണങ്ങൾക്ക് അവസാനം ഉണ്ടാകുന്നില്ല. തെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാൻ നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. തബരീസിലെ പെട്രോ കെമിക്കൽ യൂണിറ്റ് ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് തീപിടുത്തം ഉണ്ടാകുന്നു. ജനവാസ മേഖലകളിലും ആക്രമണം ഉണ്ടാകുന്നതായിട്ടും 92,000-ലധികം ആളുകളെ അത് ബാധിച്ചതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. 600ഓളം വരുന്ന വിദ്യാലയങ്ങളും ആശുപത്രികളും തകർക്കപ്പെട്ടിരിക്കുന്നു. ടെഹ്റാനിലെ വൈദ്യുതി വിതരണ സംവിധാനത്തിന് നേരെ അടക്കം ആക്രമണമുണ്ടായി. എന്നാൽ അമേരിക്കൻ സൈന്യം കരയുദ്ധത്തിന് വന്നാൽ ശക്തമായിട്ട് ഞങ്ങൾ നേരിടുമെന്നും അതിന് ഭൗമപരമായിട്ടുള്ള മുൻതൂക്കം തങ്ങൾക്കുണ്ടുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. ഇവിടെ ബാഗ്ദാദിലെ വിക്ടറി ബേസ് ലക്ഷ്യമാക്കിക്കൊണ്ടായിട്ടുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇറാഖി സ്പെഷ്യൽ ഫോഴ്സിന്റെ വിമാനം കത്തിനശിച്ചിരിക്കുന്നു. ബാഗ്ദാദ് വിമാനത്താവളത്തിന് സമീപമാണ് ഈ സ്ഫോടനം ഉണ്ടായത്. എർബിലിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ
ഇവ വെടിവെച്ചിട്ടതായിട്ട് അധികൃതർ അറിയിക്കുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ തീ പുകയുക തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ ഈ കുവൈറ്റിനെ അഗ്നിക്കിരയാക്കുന്ന തരത്തിലേക്ക് ഇറാൻ എത്തപ്പെടുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം ഇറാനെ തകർക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇറാനെ തളയ്ക്കണമെങ്കിൽ ഇറാൻ തന്നെ കരുതണം, ഇറാൻ തന്നെ വിചാരിക്കണമെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.